അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു റോഡ്. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് മലയാമ്പടി എസ് വളവിലാണ്. കഴിഞ്ഞ വർഷം നാടകക്കാരുടെ വാഹനം മറിഞ്ഞ 2 മരണം വരെ സംഭവിച്ചിട്ടും അധികൃതരുടെ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളാവുകയാണ് ഇവിടെ. നെടുമ്പോയി ഭാഗത്തു നിന്നും കേളകത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഈ റോഡിൽ നിരവധി ചെറുവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 2024 നവംബറിൽ കായംകുളത്തു നിന്നും വയനാട്ടിലേക്ക് പോവുകയായിരുന്ന നാടക ബസ് മറിഞ്ഞ് 2 ജീവനുകൾ പൊലിഞ്ഞതും, ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും വന്ന ടവേരക്കാർ മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റതുമടക്കം ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. കുത്തനെയുള്ള ഇറക്കവും എസ് വളവുമെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണെന്നും ഇതിനൊരു പരിഹാരം കാണുവാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റും അപകട സൂചനാ ബോർഡുകളും അടക്കമുള്ളവ സ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നും പ്രദേശവാസികൾ ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇത് കണ്ട് ഞങ്ങൾ മടുത്തു. ഇനിയെങ്കിലും ജീവൻ പൊലിയാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. അതിനു വേണ്ടിയിട്ട് അധികൃതർ വേണ്ടുന്ന നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ കരച്ചിൽ കേട്ട് ഞങ്ങൾ മടുത്തു. നവംബർ 14-നായിരുന്നു 15-ന് മറിയുന്നത്. 2024 നവംബർ 14-നായിരുന്നു. 15-ന് മറിഞ്ഞു. 1 വർഷവും 2 മാസം ആകുന്നു. ഇത്രയുള്ള നേരത്തേക്ക് അടുത്തതും ആയി. ഇതിനു മുമ്പ് ചെറിയ വാഹനം 2-3 ബൈക്കിന് അപകടം. ഒരു സ്കൂട്ടി, ഓട്ടോ, ഗ്യാസ് വണ്ടി മറിഞ്ഞു, ഇതെല്ലാം മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതില് എന്താണ് ചെയ്തിട്ടുള്ളത്? സൈഡിലുള്ള പുല്ലൊക്കെ വയക്കി ഇന്ന് അവിടെ ഹിറ്റാച്ച് വന്ന് പൊട്ടിയ കെട്ടുണ്ട്, അവിടെ സൈഡ് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന 6ാമത്തെ അപകടമാണ് എൻ്റെ ഓർമ്മയിൽ. അത് നമ്മൾ ഈ ഉത്തര വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ബോർഡ് വെക്കേണ്ടതാണ്. കോഷൻ അതിവിടെ വെച്ചിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റ് വേണ്ടതാണ്, അത് ഇട്ടിട്ടില്ല. ഒന്ന് കുറച്ച് 4 ദിവസത്തേക്ക് കത്തി അത് ഡേറ്റാക്കി വെച്ചു. KSEBിയിൽ പണം അടയ്ക്കാണ്ട്, പഞ്ചായത്ത് പൈസ അടയ്ക്കാണ്ട് അതവർ വർക്ക് ചെയ്യില്ല. മേളിലൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് അതിന് താഴെ പിന്നെ ഈ വളവിൻ്റെ ഇവിടെ അവർ പ്രോപ്പറായിട്ടൊന്നും ചെയ്തിട്ടില്ല. കമ്പിയോ എന്തെങ്കിലും വേലിയോ അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ പോലെ എന്തെങ്കിലും സംതിങ്. പുതുതായിട്ട് വരുന്നവർക്ക് വലിയ ഇറക്കവും വലിയ വളവും പെട്ടെന്ന് റൂട്ട് കിട്ടാത്തതുകൊണ്ട് അവർക്ക് അപകടത്തിലേക്ക് പോകും. അതാണ് ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത്. അതിനിടയ്ക്ക് അവിടെ വലിയൊരു കട്ടറുമുണ്ട്. മിക്ക വണ്ടിയും വലിയ സ്പീഡിലാണ് ഇറക്കുന്നത്. അതിനിടയ്ക്ക് ഈ ഇറക്കം കൂടെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടില്ല, വലിയ വളവാണ്, വണ്ടി കിട്ടില്ല. അങ്ങനെയാണ് അപകടങ്ങൾ ഭൂരിഭാഗം സംഭവിക്കുന്നത്. അതേസമയം അപകട മേഖലയായ മലയാമ്പടി എസ് വളവ് റോഡിനെ അപകട മേഖല അല്ലാതാക്കി തീർക്കുവാനുള്ള എല്ലാ നടപടികളും ഉടൻ തുടങ്ങുമെന്ന് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. എസ് വളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ച് അവിടെ ചെന്നപ്പോൾ ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചത് അപകട മേഖല എന്നുള്ള ഒരു സൈൻ ബോർഡ് പോലും വർഷങ്ങളായി കാട് മൂടിക്കിടന്ന് മേലെ നിന്നിറങ്ങി വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. അടിയന്തിരമായി റോഡിൻ്റെ ഇരുവശവും കാട് വയക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ കാട് വയക്കി, ഇനി ഒരു കുറച്ചും കൂടി അവശേഷിക്കുന്നു. അത് ഇന്ന് വൈകുന്നേരം കൊണ്ട് വയക്കി പൂർത്തീകരിച്ച് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് റോഡിൻ്റെ ഇരുവശവും സൈൻ ബോർഡും കാണാനുള്ള ഒരു സാഹചര്യം അവിടെ നിലവിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടിഞ്ഞു പോയ റോഡ് സൈഡ് കെട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ആ പ്രോജക്റ്റ് ഇന്ന് തന്നെ അടിയന്തിരമായിട്ട് അവിടെ പണി ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഭേദഗതികളും കൂടെ ആവശ്യമായിട്ടുണ്ട്. നിലവിലൊരു കെട്ടും അതിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് ചെറിയ തൂണുകൾ പോലെയുള്ള സംവിധാനവുമാണ്. അത് ആ റോഡിനൊരു പ്രൊട്ടക്ഷന് മതിയായതല്ല. അതിനോട് ചേർന്ന് ആ റോഡിൻ്റെ സൈഡിലുള്ള ഒരു മൺതിട്ട സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. അദ്ദേഹത്തോടും കൂടെ സംസാരിച്ചിട്ട് ആ മൺതിട്ട ഒരു പ്രദേശം അവിടുന്ന് ഇടിച്ചു മാറ്റി കുറച്ചും കൂടെ റോഡിൻ്റെ വിസ്താരം കൂട്ടി കടന്നു വരുന്ന വാഹനങ്ങളുടെ യാത്രാ സൗകര്യം, സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഒപ്പം ആ എടുക്കുന്ന മണ്ണ് ഈ കെട്ടിൻ്റെ മുകളിൽ ഒരു തിട്ട രൂപപ്പെടുത്തി പെട്ടെന്ന് വാഹനം താഴേക്ക് പോകാത്ത ഒരു തടസ്സം സൃഷ്ടിക്കാനുമുള്ള സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കാറിലുള്ള 6 ആളുകൾ കൊക്കയിലേക്ക് പോയി എങ്കിൽ പോലും വലിയ
ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കാത്ത വിധത്തിൽ, ആളുകളുടെ ജീവന് ഹാനി വരാത്ത വിധത്തിൽ നമുക്ക് ആ അപകടത്തെ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു. കൂട്ടായ പരിശ്രമം കൊണ്ട് മനുഷ്യന് ജീവഹാനി സംഭവിക്കാത്ത വിധത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. തുടർന്ന് അങ്ങോട്ടേക്ക് അതൊരു അപകട മേഖലയെ അല്ലാതാക്കി മാറ്റാൻ, ഒരു അപകട മേഖലയെ അല്ലാതാക്കി മാറ്റാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീതി കുറഞ്ഞ കുത്തനെയുള്ള റോഡും എസ് വളവുകളുമെല്ലാം ഇവിടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ഇനിയൊരു അപകടത്തിന് ഇവിടം സാക്ഷ്യം വഹിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.